ഇവിടെ പ്രിയപ്പെട്ട രാമഭദ്രൻ അധ്യയനം പറഞ്ഞൊരു കാര്യം, എല്ലാ മാസവും ഒരു സിനിമ നമുക്കിവിടെ നടത്തണം. അതിനുള്ള സ്ഥലം വേണം. തീർച്ചയായിട്ടും ഇൻ ഫ്യൂച്ചർ നമ്മുടെ സാംസ്കാരിക സമുച്ചയം പൂർത്തീകരണ ഘട്ടത്തിലാണ്. ആ സമുച്ചയത്തിൽ വലിയ ഓഡിറ്റോറിയം, ചെറിയ ഓഡിറ്റോറിയങ്ങളൊക്കെ വരുന്നുണ്ട്. ആദ്യഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്ന കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. മതിലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. നമ്മൾ ഉദ്ഘാടനത്തിലേക്ക് പോവുകയാണ്. രണ്ടാം ഘട്ടത്തിൽ 1200 പേർക്ക് ഇരിക്കാവുന്ന വലിയ ഓഡിറ്റോറിയമാണ് നിർമ്മിക്കുന്നത്. അതിന് പണവും അനുവദിച്ചിട്ടുണ്ട്. 3000 പേർക്ക് ഇരിക്കാവുന്ന ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണവും നമ്മൾ ആരംഭിക്കുകയാണ്. അതിൽ ഒരു സ്പേസ് ചെങ്ങന്നൂർ ഫിലിം സൊസൈറ്റിക്ക് സിനിമ പ്രദർശിപ്പിക്കാൻ നൽകും എന്ന കാര്യം കൂടി ഇവിടെ ഞാൻ പറയാം. മന്ത്രിയായി ഇരിക്കുന്ന ഈ സമയം കൊണ്ട് മേടിച്ചെടുത്തോണം. പിന്നെ ഇതുകാരം മന്ത്രിയായിരിക്കണമെന്നില്ല. അപ്പോൾ ഈ സമയം കൊണ്ട് അത് ഒപ്പിച്ചോണം. എന്തായാലും അവിടെ ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ അവതരിപ്പിക്കാൻ സൗജന്യമായ ഒരു സ്പേസ് കിട്ടും. ഡിസ്കഷൻസ് നടത്താം. വളരെ നല്ലൊരു മോഡലാണ് നിങ്ങൾ രണ്ടുപേരോട് പറഞ്ഞത്. അതിനോട് ഞാൻ വളരെയേറെ യോജിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ രംഗത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അവർക്ക് പഠിക്കാനും അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും അത്തരത്തിലൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഫിലിം സൊസൈറ്റി. അത്തരത്തിൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി സിനിമാ മേഖലയെക്കുറിച്ചും സിനിമയിലെ ആശയങ്ങളെക്കുറിച്ചും സിനിമയിലുണ്ടാകുന്ന സംഭവവികാസങ്ങളെക്കുറിച്ചും സിനിമയിലൂടെ മനുഷ്യൻ്റെ അറിവും മനുഷ്യൻ്റെ നന്മയും മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതിയും കൈവരിക്കാനുള്ള ഇടപെടലുകളും ഒക്കെ നമ്മൾ നടത്താൻ കഴിയും. നമ്മളെല്ലാം മനുഷ്യരാണെന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാധ്യമമാണ് സിനിമ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്